ഗണേശ ചതുർത്ഥി ആഘോഷത്തിനൊരുങ്ങുകയാണ് രാജ്യം. വ്യത്യസ്ത രൂപത്തിലും ഭാവത്തിലുമുള്ള ഗണേശ വിഗ്രഹങ്ങൾ ആഘോഷങ്ങളുടെ ഭാഗമായി ഒരുക്കാറുണ്ട്. ഹൈദരാബാദിലെ ഉപ്പുകുടയിലുള്ളത് വേറിട്ടൊരു കാഴ്ചയാണ്. സൈനിക വേഷത്തിൽ ഗണപതിയും വാഹനമായ മൂഷികന്മാരും. ഓപ്പറേഷൻ സിന്ദൂർ പ്രമേയമാക്കിയുള്ള ഗണേശ വിഗ്രഹത്തിന്റെ വിശേഷങ്ങൾ കാണാം. ഇന്ത്യയുടെ സായുധ സേനകളുടെ ശൗര്യത്തെയും പ്രതിരോധശേഷിയെയും ആദരിക്കുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യമിട്ടിരിക്കുന്നത്. ഹൈദരാബാദിലെ ഉപ്പുകുടയിൽ ശ്രീ മല്ലികാർജുൻ നഗർ യൂത്ത് വെൽഫെയർ അസോസിയേഷനാണ് രാജ്യസ്നേഹം വിളിച്ചോതുന്ന പ്രമേയത്തിന് പിന്നിൽ. ഒന്നാം ഇൻഡോ പാക് യുദ്ധം, രണ്ടാം ഇൻഡോ പാക് യുദ്ധം, ബംഗ്ലാദേശ് വിമോചന യുദ്ധം, കാർഗിൽ യുദ്ധം, ഉറി ആക്രമണം, പുൽവാമ ആക്രമണം, അടുത്തിടെ നടന്ന ഓപ്പറേഷൻ സിന്ദൂർ എന്നിവയുൾപ്പെടെ ഇന്ത്യയുടെ സൈനിക ചരിത്രത്തിലെ പ്രധാന സംഭവങ്ങൾ എടുത്തു കാണിക്കുന്ന പോസ്റ്ററുകൾ വിഗ്രഹത്തോടൊപ്പം ഉണ്ടായിരിക്കും. AI-യുടെ സഹായത്തോടെയുള്ള ഹ്രസ്വ സിനിമാ പ്രദർശനവും ഉണ്ടാകും. ഇന്ത്യയുടെ സൈനിക ശക്തിയുടെ പ്രതീകമായ ബ്രഹ്മോസ് മിസൈലുകൾ, S-400 റൈഫിളുകൾ, ഒരു സൈനിക മോഡൽ തീം തുടങ്ങിയ ഘടകങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് ഗണേശ വിഗ്രഹം. പ്രാദേശിക കലാകാരന്മാരാണ് ഏകദേശം 6 ലക്ഷം രൂപ ചെലവിൽ വിഗ്രഹം നിർമ്മിച്ചിരിക്കുന്നത്. 55 ദിവസമെടുത്താണ് നിർമ്മാണം പൂർത്തിയാക്കിയത്. आर्टिस्ट लिया 50-55 डेज लिया काम करने को, और हमको टाइम लगा 1-2 महीने टाइम लगा. कम से कम हम लोग 10 लोग 8 लोग काम कर रहे थे सुबह से रात तक. कभी कभी रात में 2-3 बजते थे. हर एक दिन एक ग्रुप बना लिया सिंदूर बोल के. हम लोग 4-5 लोग 8 लोग डेली पेपर वर्क करके उसको खत्म कर दिया. ये जो भी लिया है हम लोग सैंपल्स पूरा ऑनलाइन में लिए, गूगल में लिए, वहाँ से लेके एक प्रिंट लेके वाल को चिपका लेके काम कर लिए. കഴിഞ്ഞ 49 വർഷമായി ഗണേശോത്സവം സംഘടിപ്പിക്കുന്ന അസോസിയേഷൻ ഓരോ വർഷവും വ്യത്യസ്ത പ്രമേയങ്ങളാണ് അവതരിപ്പിക്കുന്നത്. 2023 ചന്ദ്രയാനായിരുന്നു പ്രമേയം. ന്യൂസ് ഡെസ്ക്, അമൃത TV.